ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. ദീർഘായുസ് ലഭിക്കുന്ന ചില ഗ്രഹസ്ഥിതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആയുർഭാവം എന്ന അഷ്ടമ ഭാവം കൊണ്ടാണ് പ്രധാനമായും ആയുസ്സിനെ ചിന്തിക്കുന്നത്. ഒരു ശിശു ജനിച്ചാൽ ആദ്യം അതിന്റെ ആയുസ് എത്രയുണ്ടെന്ന് ചിന്തിക്കണം. അതിനുശേഷം വേണം മറ്റ് യോഗങ്ങളെ പറ്റി ചിന്തിക്കുവാൻ. പൂർവമായു പരിച്ഛേദ പശ്ചാലക്ഷണമാതിശേൽ അനായുഷാംതു മർത്യാനാം ലക്ഷണൈഹി കിം പ്രയോജനം എന്നാണ് ആചാര്യ മതം. അതായത് ആയുസ് ഇല്ലാത്തവർക്ക് യോഗങ്ങൾ കൊണ്ട് ഫലം പറഞ്ഞാൽ ആ ഫലങ്ങളൊന്നും അനുഭവിക്കാൻ ഇടവരുന്നതല്ല. ആയുസ്സാകട്ടെ രിഷ്ടം, അരിഷ്ടം, അല്പായുസ്, മധ്യായുസ്, ദീർഘായുസ്, പൂർണ്ണായുസ്, ദിവ്യായുസ് ഇപ്രകാരം പല തരത്തിൽ ഉണ്ട്. മനുഷ്യന് ജീവിതത്തിൽ 100 വിധത്തിലുള്ള അപമൃത്യുകളെ നേരിടേണ്ടതായി വരും. പരിഹാര കർമ്മങ്ങളിലൂടെ ഇവയിൽ പലതിനെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. അപമൃത്യു കൂടാതെ കാലമൃത്യു എന്ന ഒന്നുണ്ട്. അതിൽ നിന്ന് ആർക്കും മോചനം ലഭിക്കുന്നതല്ല. ആ മൃത്യു മനുഷ്യനായി പിറക്കുന്ന എല്ലാവരും അനുഭവിക്കേണ്ടതാണ്. ഒരു ശിശു ജനിച്ചാൽ 12 വയസ്സ് വരെ ആയുസ് നിർണയിക്കരുതെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. കാരണം ആദ്യത്തെ 4 വർഷക്കാലം മാതാവ് ചെയ്തിട്ടുള്ള പാപങ്ങൾ മൂലവും പിന്നീടുള്ള 4 വർഷക്കാലം പിതാവ് ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങൾ മൂലവും അതിനുശേഷമുള്ള 4 വർഷക്കാലം ശിശു പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങൾ കൊണ്ടും ആയുസ്സിന് നാശം വരും. ഇതിൽ 8 വയസ്സ് വരെ ബാലായുഷ്ഠമെന്നും 32 വയസ്സ് വരെ അല്പായുസ് എന്നും 64 വയസ്സ് വരെ മധ്യായുസ് എന്നും 100 വയസ്സ് വരെ ദീർഘായുസ് എന്നും 120 വയസ്സ് വരെ പൂർണ്ണായുസ് എന്നും അതിന് മേൽ ദീർഘായുസ് എന്നും അറിയപ്പെടുന്നു. ദീർഘായുസ് ലഭിക്കുന്ന ചില യോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ജാതകത്തിൽ ഏതെങ്കിലും ഒരു ശുഭഗ്രഹം പൂർണ്ണ ബലവാനായി ലഗ്ന കേന്ദ്രങ്ങളിൽ നിന്നാൽ അത് ദീർഘായുർ യോഗമാണ്. ബുധൻ, വ്യാഴം, ശുക്രൻ ഇവരിൽ ആരെങ്കിലും ഒരാൾ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ബലവാനായി നിന്നാൽ ദീർഘായുസ് ഉണ്ടാകും. ബലവാനായ ലഗ്നാധിപൻ ലഗ്നം 4, 7, 10, 3, 11 ഭാവങ്ങളിൽ നിന്നാൽ അരിഷ്ട ശമനവും ദീർഘായുസും ഉണ്ടാകും. ജാതകത്തിൽ ചന്ദ്രൻ 5-ലും ലഗ്നം 5, 9 ഈ ഭാവങ്ങളിൽ ഒന്നിൽ വ്യാഴവും 10-ൽ ചൊവ്വയും നിൽക്കുകയാണെങ്കിൽ ജാതകൻ ദീർഘായുസ് ഉള്ളവനായിരിക്കും. കർക്കിടക ലഗ്നത്തിൽ വ്യാഴം നിൽക്കുകയും ശുക്രൻ കേന്ദ്രത്തിൽ നിൽക്കുകയും ചെയ്താൽ ജാതകൻ 100 വയസ്സ് വരെ ജീവിക്കുന്നതാണ്. പൂർണ്ണചന്ദ്രൻ ലഗ്നം 6, 8 ഭാവങ്ങളിൽ അല്ലാതെ നിൽക്കുകയും പാപന്മാർ സ്വക്ഷേത്രത്തിലും 2 ഗ്രഹങ്ങൾ ബലവാന്മാരായി 10-ലും നിന്നാൽ ജാതകൻ ദീർഘായുസ് ഉള്ളവനായിരിക്കും. ലഗ്നത്തിൽ നിന്നും 5, 9 ഭാവങ്ങളിൽ വ്യാഴവും 7-ൽ ബുധനും ലഗ്നത്തിൽ ചന്ദ്രശുക്രന്മാരും നിന്നാൽ ജാതകൻ ദീർഘായുസ് ഉള്ളവനാവും. ലഗ്നത്തിലോ ലഗ്ന കേന്ദ്രത്തിലോ വ്യാഴവും ശുക്രനും ചേർന്ന് നിന്നാൽ അത് ദീർഘായുർ യോഗമാണ്. ലഗ്നാലും ചന്ദ്രാലും അഷ്ടമത്തിൽ ഗ്രഹങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുകയും ശുക്രനും വ്യാഴവും ബലവാന്മാരായി സ്ഥിതി ചെയ്യുകയും ചെയ്താൽ അതും ദീർഘായുർ യോഗമാണ്. അഷ്ടമാധിപൻ സ്വക്ഷേത്രത്തിലോ ലഗ്നാധിപനോട് ചേർന്നോ 6, 12 ഭാവങ്ങളിൽ നിന്നാൽ അത് ദീർഘായുർ യോഗമാണ്. ലഗ്നം, അഷ്ടമം, കർമ്മം ഈ ഭാവാധിപന്മാർ ബലവാന്മാരായി കേന്ദ്രത്തിലോ ത്രികോണത്തിലോ 11-ലോ നിന്നാൽ ദീർഘായുസ് ഉണ്ടാകും. ലഗ്നാധിപൻ, അഷ്ടമാധിപൻ, കർമാധിപൻ ഇവർ മൂവരും ശനിയോട് ചേരാതെ ബലവാന്മാരായി നിന്നാൽ ദീർഘായുസ് ലഭിക്കും. ലഗ്നാൽ 2-ാം ഭാവാധിപൻ ബലവാനായി
സ്വക്ഷേത്രത്തിൽ നിന്നാൽ അത് ദീർഘായുർ യോഗമാണ്. ലഗ്നാഷ്ടമ അധിപന്മാർ ബലവാന്മാരായി കേന്ദ്രത്തിൽ നിന്നാലും ദീർഘായുസ് ഉണ്ടാവും. ഭാഗ്യാധിപൻ 11 നിന്നാൽ അത് ദീർഘായുർ യോഗമാണ്. അതുപോലെ ലഗ്നാധിപൻ, അഷ്ടമാധിപൻ, കർമാധിപൻ ഇവർ കേന്ദ്രത്തിലോ ത്രികോണങ്ങളിലോ നിന്നാൽ ദീർഘായുസ് ഉണ്ടാകും. ബുധൻ അഷ്ടമത്തിൽ നിന്നാലും ദീർഘായുസ് ലഭിക്കും. വ്യാഴമോ ശനിയോ സൂര്യന്റെ 11 നിൽക്കുന്നതും ദീർഘായുർ യോഗമാണ്. ശുക്രൻ അഷ്ടമത്തിലോ 12 നിന്നാൽ ദീർഘായുസ് ലഭിക്കും. അതുപോലെ തന്നെ അഷ്ടമാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നതും വലിയ ദീർഘായുർ യോഗമാണ്. അഷ്ടമാധിപന് ലഗ്നാധിപനേക്കാൾ ബലം കുറഞ്ഞിരിക്കുന്നതും ദീർഘായുസ് നൽകുന്നതാണ്. ജാതകത്തിൽ 3, 6, 11, 12 ഭാവങ്ങളിൽ നിൽക്കുന്ന കേതു ദീർഘായുസ് നൽകും. ലഗ്നം ചരവും ചന്ദ്രലഗ്നം ഉഭയവുമായാൽ അത് ദീർഘായുർ യോഗമാണ്. ലഗ്നം സ്ഥിരവും ചന്ദ്രലഗ്നം ഉഭയവുമായാൽ അതും ഒരു ദീർഘായുർ യോഗം തന്നെയാണ്. ലഗ്നം ഉഭയവും ചന്ദ്രലഗ്നം സ്ഥിരവുമായാൽ അതും ദീർഘായുസ് നൽകും. ലഗ്നാധിപനും ജന്മലഗ്നാധിപനും യോഗം ചെയ്ത് നിൽക്കുക, ജന്മരാശാധിപൻ കേന്ദ്രത്തിൽ നിൽക്കുക, ലഗ്നാധിപനും ജന്മലഗ്നാധിപനും 11 നിൽക്കുക, ഇതും ദീർഘായുർ യോഗങ്ങളാണ്. ഇതുപോലെ നിരവധി ദീർഘായുർ യോഗങ്ങൾ ഇനിയും ഉണ്ട്. ദീർഘായുസ് ലഭിക്കുന്ന ചില യോഗങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം ജാതകം പരിശോധിച്ച് ദീർഘായുർ യോഗമുണ്ടോ എന്ന് അറിയുവാൻ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷന് എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.